ശബരിമല പോയി അവർക്ക് വേണ്ടിയിട്ട് വി ഡിഡ് എ പൂജ. അത് ദേവസ്വം ബോർഡിലെ ആരോ സംബഡി ലീക്ക് ദാറ്റ് റിസീറ്റ് ടു ദ പ്രസ്. ഇപ്പൊ പറഞ്ഞത് എമ്പുരാൻ റിലീസിനോടനുബന്ധിച്ച് നടന്ന പ്രസ് മീറ്റിൽ നടന്ന ഒരു ചോദ്യം അതിനുള്ള പറഞ്ഞ ഒരു ഉത്തരം കൂടിയാണ് ലാലേട്ടൻ പറഞ്ഞത്. കാരണം വേറൊന്നുമല്ല, മമ്മൂക്കയ്ക്ക് അസുഖബാധിതനായിട്ട് അഡ്മിറ്റ് ആണെന്നൊക്കെ പറഞ്ഞ കുറച്ച് ന്യൂസുകളും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ ആ സമയത്താണ് ലൂസിഫറിന്റെ റിലീസും മോഹൻലാലിന്റെ മലയ കൂട്ടലും. അപ്പോൾ മോഹൻലാൽ മലയേറി മമ്മൂക്കയ്ക്ക് ഒരു വഴിപാട് കഴിച്ചു. ആ വഴിപാട് കഴിച്ചതിന്റെ റെസീറ്റ് ലീക്കായി. ആ ലീക്കായതിനെ കുറിച്ചാണ് ലാലേട്ടൻ പറഞ്ഞത്. ആ ലീക്കായതിനെ കുറിച്ച് ലാലേട്ടൻ പറഞ്ഞതിന്റെ അപ്പം തന്നെ ദേവസ്വം അതിനൊരു മറുപടിയായിട്ട് വന്നത്, മോഹൻലാൽ തിരുത്തണം, വഴിപാട് വിവരം ജീവനക്കാർ ചോർത്തിയെന്ന പ്രസ്താവനയ്ക്കെതിരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വഴിപാട് നടത്തുന്നവർക്ക് നൽകുന്ന രസീതാണ് ചോർന്നതെന്നും നിലപാട്. അത് എന്ത് തന്നെ ചോർന്നാലും എന്ത് തന്നെ ചോർന്നില്ലെങ്കിലും ഒരാളിന്റെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ്. അയാൾ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് വേണ്ടി വഴിപാട് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് കൊട്ടിഘോഷിക്കേണ്ട കാര്യമൊന്നുമില്ല. കൊട്ടിഘോഷിച്ചാലും ഇതൊരു വിവാദമാക്കേണ്ട കാര്യമില്ല. കാരണം ആ നടത്തിയത് ഓരോരുത്തരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഈ മതം കലർത്തിക്കൊണ്ട് നടക്കുന്ന കുറേ പൊട്ടന്മാരുണ്ട്, കുഴിയിലോട്ട് കാല് നീട്ടിയിരിക്കുന്ന കുറേ പൊട്ടന്മാർ. അവന്മാരിന് എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം നിങ്ങൾ തന്നെ ഒന്ന് പറ. കാരണം വേറൊന്നുമല്ല, ഈ വഴിപാട് കഴിച്ചതിനെ കുറിച്ചിട്ട് തന്നെയാണ്. അതും വേറെ ആർക്കുമല്ല, മമ്മൂക്കയ്ക്കെതിരെയാണ് വന്നിരിക്കുന്നത്. ഗുരുതര വീഴ്ചയാണ് മമ്മൂട്ടിയിൽ നിന്നുണ്ടായത്. മമ്മൂട്ടിയുടെ അറിവോടെയാണെങ്കിൽ മമ്മൂട്ടി തൗബ ചെയ്യണം, മുസ്ലിം സമുദായത്തോട് മാപ്പ് പറയണം. മോഹൻലാൽ വഴിപാട് കഴിപ്പിച്ചതിനെതിരെ ഈ അബ്ദുള്ളനെയാണ് ആദ്യം നമുക്ക് കുഴിയിൽ കൊണ്ടിടുന്നത്. ഇങ്ങനെയുള്ളവരെ ഓരോരുത്തരും ഇഷ്ടപ്രകാരം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്താണ് നാട്ടുകാർ ഇപ്പോൾ എന്തുണ്ടായി ഇവിടെ? ഇപ്പോൾ വഴിപാട് കഴിച്ചു, ഇപ്പോൾ മുസ്ലിം സമുദായത്തിന് എന്ത് സംഭവിച്ചു, ഹിന്ദു സമുദായത്തിന് എന്ത് സംഭവിച്ചു, അതല്ലാന്നുണ്ടെങ്കിൽ ഈ ക്രൈസ്തവ സമുദായത്തിന് എന്ത് സംഭവിച്ചു? എന്താണ് ഇവിടെ ഉണ്ടായത്? ഒരാളുടെ പേരിൽ വഴിപാട് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ശബരിമലയിൽ പോയിട്ട് എല്ലാ അയ്യപ്പ ഭക്തന്മാരും പറഞ്ഞ വാവരന്റെ പള്ളിയിൽ തൊഴുതിയിട്ടാണ് വരുന്നത്. അവിടെയൊന്നും ഉണ്ടാവാത്ത പ്രശ്നം ഇയാൾക്ക് എന്താണ് ഇവിടെ? അതാണ് പറഞ്ഞത്, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനകത്തോട്ട് ഈ മതം കൊണ്ട് കലർത്തുന്ന ഇങ്ങനെയുള്ള കുറേ വർഗീയവാദികളും നാറികളും ഉണ്ട്. ഇവന്മാരിനെ ആ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തിയാലാണ് ഈ നാട് നന്നാവുള്ളൂ. കുറേ എണ്ണം ഉണ്ട് ഇതേപോലെ മതം പൊക്കി പിടിച്ചിട്ട് ഇതെന്ത് വലിയ ഇതാണെന്ന് പറഞ്ഞ് നടക്കുന്നത്. ഇത് ഇന്ത്യയാണ്, ഇവിടെ ഇങ്ങനെയാണ്. അത് ആദ്യം മനസ്സിലാക്കുക. പറ്റാത്തവരൊക്കെ വേറെ എവിടേക്കെങ്കിലും പോക്കോ.